ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് മെറ്റൽ കാർബണൈൽസ് ആണ്. നമ്മുടെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ കാർബണൈൽസുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം നമുക്കൊരു പോളികാർബണൈൽ കോമ്പൗണ്ട് തരും. ഇപ്പം Fe2CO9 ടൈംസ് അങ്ങനെ ഒരു സ്പീഷീസിനെ നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, ഈ സ്പീഷീസിനകത്തുള്ള ടെർമിനൽ കാർബണൈൽസിൻ്റെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ ബ്രിഡ്ജിങ് കാർബണൈൽസിൻ്റെ എണ്ണം എത്രയാണ്. ഓക്കെ, അതാണ് യൂഷ്വലി മെറ്റൽ കാർബണൈൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ 18 ഇലക്ട്രോൺ റൂളൊക്കെ ഉണ്ടാകും. നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കും. അല്ല, ഞാനിവിടെ മെറ്റൽ കാർബണൈൽസിൻ്റെ സ്ട്രക്ചർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പോളി കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തരില്ല, അവരുടെ ജസ്റ്റ് നെയിം മെൻഷൻ ചെയ്തിട്ട് ചോദിക്കും. ഒന്നെങ്കിൽ ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു അത്യാവശ്യം നിങ്ങളൊരു 4-5 പോളികാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ അതിന് തൊട്ട് മുന്നത്തെ ടൈമിൽ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ബ്രിഡ്ജിങ് അല്ലെങ്കിൽ ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. Coordination compounds formed between the electron donor carbonyl groups and zero valent transition metals like iron, cobalt and nickel are called metal carbonyls. അപ്പോൾ യൂഷ്വലി മെറ്റൽ കാർബണൈൽസ് ഫോം ചെയ്യുന്നത് ആർക്കൊക്കെ ഇടയിലാണ്? ഒരു ട്രാൻസിഷൻ മെറ്റൽ, മെയിൻലി അയണ്, കൊബാൾട്ട്, നിക്കൽ പോലെയുള്ള ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ മെറ്റലിൻ്റെയും അതേപോലെ കാർബണൈൽ ലിഗാൻഡുകളുടെയും അല്ലെങ്കിൽ കാർബണൈൽ ലിഗാൻഡുകളും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ യൂഷ്വലി മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുക. ഓക്കെ, സോ ഫസ്റ്റ് ഫോംഡ് മെറ്റൽ കാർബണൈൽ ഈസ് NiCO4 ടൈംസ്. അപ്പോൾ ആദ്യമായിട്ട് ഫോം ചെയ്തിട്ടുള്ള മെറ്റൽ കാർബണൈൽ എന്ന് പറയുന്നത് നിക്കലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബണൈലാണ്, NiCO4 ടൈംസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫോംഡ് മെറ്റൽ കാർബണൈൽ. ഓക്കെ, so the carbon atom of the carbon monoxide has a lone pair of electrons which may be donated to the transition metal to form complex compounds, that is the metal carbonyls. അപ്പം നമ്മുടെ കാർബൺ മോണോക്സൈഡ് കൺസിഡർ ചെയ്താൽ അതിനകത്തുള്ള കാർബൺ ആറ്റംസിൽ എന്താണ്, ഈ കാർബൺ മോണോക്സൈഡിൻ്റെ സ്ട്രക്ചറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവർക്ക് ആർക്ക് ഡൊണേറ്റ് ചെയ്യാം? മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പം ഈ ട്രാൻസിഷൻ ഈ പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ്സിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് മെറ്റൽസിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുകയും മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ ഫോർമേഷൻ യൂഷ്വലി നടക്കുകയും ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് മെറ്റൽ ദാറ്റ് ഈസ് ദ മെറ്റൽ കാർബണൈൽസ് ആർ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് വിത്ത് കാർബൺ മോണോക്സൈഡ്. സോ നമുക്ക് പൊതുവെ പറയാം മെറ്റൽ കാർബണൈൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസ് ആണ് സെൻട്രൽ പൊസിഷനിൽ വരുന്നത്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആണ് ലിഗാൻഡുകളായിട്ട് വരുന്നത്. അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം, 4, 5, 6 എന്നുള്ള രീതിയിൽ എണ്ണത്തിൽ വ്യത്യാസം വരാം. The number of carbonyl molecules coordinated with metal depends upon the nature of the metal. അതായത് മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് ചുറ്റും എത്ര കാർബണൈൽ ഗ്രൂപ്പാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്നത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 18 അല്ലെങ്കിൽ 18ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റലുള്ള സ്പീഷീസ് ആണെങ്കിൽ യൂഷ്വലി ഒരു 18 ഇലക്ട്രോൺ റൂൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പം ഒരു കാർബണൈൽ ഗ്രൂപ്പ് 2 ഇലക്ട്രോൺസിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ഇപ്പോൾ യൂഷ്വലി മെറ്റൽസിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ബൈ ദ കാർബണൈൽ ഗ്രൂപ്പ്സ് കൂട്ടുമ്പോൾ 18 ആവുകയാണെന്നുണ്ടെങ്കിലാണ് അത് സ്റ്റേബിൾ മെറ്റൽ കാർബണൈൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഇപ്പം നിക്കലിൻ്റെ കേസിൽ അവരുടെ അറ്റോമിക് നമ്പർ 28 ആണ്, വാലൻസിൽ 3d8 4s2 10 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഇനി സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണം, അതായത് 18 അറ്റൈൻ ചെയ്യണമെങ്കിൽ 8 ഇലക്ട്രോൺസിൻ്റെയും കൂടെ ആവശ്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺസിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് കാർബണൈൽ ഗ്രൂപ്പ് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ 8 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എത്ര കാർബണൈൽ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടാവണം? 4 കാർബണൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവണം അല്ലേ. അപ്പം നിക്കലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് എത്ര കാർബണൈൽ ഗ്രൂപ്പ് ആയിരിക്കും? 4 കാർബണൈൽ ഗ്രൂപ്പാണ്. അങ്ങനെയാണ് NiCO4 ടൈംസ് ഫോം ചെയ്യുന്നത്. ഇനി Fe കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയൺ 26 ആണ്. അപ്പോൾ 3d6 4s2 ആണ് കോൺഫിഗറേഷൻ, അതായത് ബാലൻസിൽ
8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇനി 10 ഇലക്ട്രോൺസും കൂടെ വേണം അല്ലേ. അപ്പോൾ ഒരു കാർബണൈൽ ഗ്രൂപ്പ് 2 ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കാർബണൈൽ ഗ്രൂപ്പ് 2 ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യുന്നു എങ്കിൽ മൊത്തത്തിൽ 5 കാർബണൈൽ ഗ്രൂപ്പ്സ് വേണം 10 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് FeCO 5 ടൈംസ് ആകുമ്പോഴത്തേന് എത്ര 8 3d6 4s2 8 + 5 2s 10 18 സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു അല്ലേ. അപ്പോൾ അതേപോലെ ഓരോ ട്രാൻസിഷൻ മെറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് ചുറ്റും എത്ര കാർബണൈൽ ഗ്രൂപ്പ്സ് വരും, അത് ഏത് തരത്തിലുള്ള മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The number of CO molecules coordinating with the metal depends upon the nature of the metal. അപ്പോൾ ഇവിടെ നോക്കുക, ദസ് നിക്കൽ കമ്പൈൻസ് വിത്ത് CO2 ടു ഫോം, ഞാൻ പറഞ്ഞു നിക്കൽ 3d8 4s2 10 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആവും. സോ 4 കാർബണൈൽ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്ത് NiCO4 ടൈംസ്. അയണിനെ സംബന്ധിച്ചിടത്തോളം അയണിന്റെ വാലൻസിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇനി 10 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാലേ സ്റ്റേബിൾ ആവും. അപ്പം 5 കാർബണൈൽ ഗ്രൂപ്പ്സ് വന്ന് FeCO5 ടൈംസ്. ക്രോമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോമിയം 24 ആണ്. അപ്പോൾ 3d5 4s1 എന്നാണ് കോൺഫിഗറേഷൻ. ബാലൻസിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പം ഇനി അവർക്ക് 12 ഇലക്ട്രോൺസിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 18 ആവും അവരുടെ ടോട്ടൽ മീൻസ് 12 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാലേ അവർക്ക് സ്റ്റേബിൾ 18 കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12 ഇലക്ട്രോൺസിനെ കൊടുക്കണമെങ്കിൽ എത്ര കാർബണൈൽ ഗ്രൂപ്പ് വേണം? 6 കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ക്രോമിയം ഏത് ഫോം ചെയ്യും? CrCO6 ടൈംസ് ആണ് ക്രോമിയം ഫോം ചെയ്യുന്ന കാർബണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്. മനസ്സിലായോ? അപ്പം 18 ഇലക്ട്രോൺ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മെറ്റലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കാർബണൈൽ ഗ്രൂപ്പ് വരണോ ആ രീതിയിലായിരിക്കും മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സ് യൂഷ്വലി ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദ ട്രാൻസിഷൻ മെറ്റൽ readily form carbonyls due to the presence of vacant d orbitals which can accept the donated electron pairs. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ട്രാൻസിഷൻ മെറ്റൽസ് readily form carbonyls due to the presence of vacant d orbitals which can accept the donated electron pairs. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം മെറ്റൽ കാർബണൈൽസ് ഫോം ചെയ്യുന്ന സമയത്ത് CO ലിഗാൻഡിന്റെ കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് മെറ്റൽസിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് അവർക്കിടയിൽ മെറ്റൽ കാർബണൈൽ ബോൺസ് ഫോം ചെയ്തിട്ട് മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ രൂപീകരണം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാർബണൈൽ ഗ്രൂപ്പിൽ നിന്നും ഇലക്ട്രോൺസിനെ മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെറ്റൽസിനകത്ത് എന്തുണ്ടാവണം? വേക്കൻ്റ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഉണ്ടാവണം അല്ലേ. എങ്കിൽ മാത്രമല്ല ഈ CO കാർബണൈൽ ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്ത് അവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എസെൻഷ്യൽ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസിഷൻ മെറ്റൽ readily form carbonyls due to the presence of vacant d orbitals which can accept the donated electron pairs from carbonyl ligand. Okay, so this is the number of coordinate bonds formed in this way depend upon the number of vacant orbitals. അപ്പം എത്ര വേക്കൻ്റ് ഓർബിറ്റൽസ് മെറ്റൽസിൽ അവൈലബിൾ ആണോ അത്രയും നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് ആയിരിക്കും ഈ കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ കാർബണൈൽ ലിഗാൻസുമായിട്ട് ചേർന്ന് മെറ്റൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദ ഫോർമേഷൻ ഓഫ് മെറ്റൽ കാർബണൈൽസ് ദ ഫോർമേഷൻ ഓഫ് മെറ്റൽസ് ഇൻ ജനറൽ അറ്റൈൻസ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആസ് ദി നെക്സ്റ്റ് നോബൽ ഗ്യാസ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, എപ്പോഴും ഒരു മെറ്റലുമായിട്ട് എത്ര കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്? എത്ര കാർബണൈൽ ഗ്രൂപ്പ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാർബണൈൽ ഗ്രൂപ്പ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിയറസ്റ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും കാർബണൈൽ ഗ്രൂപ്പ്സിനെയാണ് ഓരോ മെറ്റലും കറസ്പോണ്ടിങ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നത്. സോ മെറ്റൽ കാർബണൈൽസ് ആർ ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുള്ള മെറ്റൽ കാർബണൈൽസ് ഉണ്ട്. മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസും ഉണ്ട്, പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസും ഉണ്ട്. അപ്പം മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഈ കൊടുത്തേക്കുന്ന എല്ലാം മോണോന്യൂക്ലിയർ ആണ്. NiCO4 ടൈംസ്, FeCO5 ടൈംസ്, CrCO6 ടൈംസ്. ഇവിടെ എല്ലാം ഒറ്റ മെറ്റൽ സെൻറ്റർ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, ഇനി പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? ഒന്നിലധികം മെറ്റൽ സെന്റേഴ്സ് വരുമ്പോൾ CO2 CO10 ടൈംസ്, Mn2 CO10 ടൈംസ്, Fe3 CO10 ടൈംസ്. അവിടെ മോർ ദാൻ 1 മെറ്റൽ സെന്റർ ഈ കാർബണൈൽ ഗ്രൂപ്പ്സിലെല്ലാം പ്രസന്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ്, എന്താണ് പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അവരുടെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസും കൂടി ഒന്ന് നോക്കാം.
Mononuclear metal carbonyls are the metal carbonyls which contains only one metal atom. ഒറ്റ മെറ്റൽ ആറ്റം മാത്രമേ കാണുള്ളൂ. ആൻഡ് ദ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് MCON ടൈംസ്. ഇവിടെ M എന്ന് പറയുന്ന മെറ്റൽ ആണ്. CON ടൈംസ് എന്ന് പറയുന്നത് എന്താ? എത്ര കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ അവരുടെ എണ്ണമാണ് N വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ NiCO4 ടൈംസ്, FeCO5 ടൈംസ്, CrCO6 ടൈംസ് ആർ എക്സാമ്പിൾസ് ഫോർ മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ്. അപ്പോൾ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസിന്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ള NiCO4 ടൈംസ് ആയിക്കോട്ടെ, FeCO5 ടൈംസ് ആയിക്കോട്ടെ, CrCO6 ടൈംസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? മോണോന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസിന്റെ എക്സാമ്പിൾ ആണ്. The molecule of NiCO4 is tetrahedral in shape. FeCO5 times are trigonal bipyramidal structure. CrCO6 times, MoCO6 times, WCO6 times are octahedral shape. അപ്പം ആ മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ട് എത്ര ലിഗാൻഡുകൾ ഉണ്ടോ അതിനെ അനുസൃതമായിട്ടാണ് അവരുടെ ഷേപ്പ് യൂഷ്വലി പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം മെറ്റൽ സെന്ററിനെ സറൗണ്ട് ചെയ്തിട്ട് 4 ലിഗാൻഡ് ഉണ്ടെങ്കിൽ യൂഷ്വലി അവർ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ട് 5 ലിഗാൻഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂഷ്വലി അവർ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ട് 6 കാർബണൈൽ ലിഗാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് ജനറലി ഏത് മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രക്ചറിൽ യാതൊരു മാറ്റവും വരത്തില്ല. ഇത്രയും നമ്പർ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കറസ്പോണ്ടിങ് ടെട്രാഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും യൂഷ്വലി അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NiCO4 ടൈംസ് എന്ന് പറയുമ്പോൾ നിക്കലിന് ചുറ്റും 4 കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ യൂഷ്വലി അവർ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത CrCO6 ടൈംസ് എന്ന് പറയുമ്പോൾ ക്രോമിയത്തിന് ചുറ്റും 6 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അടുത്തത് FeCO5 ടൈംസ്. Feക്ക് ചുറ്റും 5 CO കാർബണൈൽ ലിഗാൻഡ് ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ മോണോ ന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ്. അവരുടെ കേസസ് വെച്ചിട്ടാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് കൂടുതലും എക്സാമിന് വരുന്നത്. നോക്കാം, ദീസ് ആർ ദ മെറ്റൽ കാർബണൈൽസ് കണ്ടെയ്നിങ് മോർ ദാൻ 1 മെറ്റൽ ആറ്റം. അപ്പം ഒന്നിലധികം മെറ്റൽ സെന്റേഴ്സ് വരുന്ന മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ CO2 CO8 ടൈംസ് 2 മെറ്റൽ സെന്റർ ഉണ്ട്. Mn2 CO10 ടൈംസ് 2 മെറ്റൽ സെന്റർ ഉണ്ട്. Fe2 CO9 ടൈംസ് 2 മെറ്റൽ സെന്റർ ഉണ്ട്. Fe3 CO12 ടൈംസ് 3 മെറ്റൽ സെന്റർ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും മോർ ദാൻ 1 മെറ്റൽ സെന്റർ ഉണ്ട് അല്ലേ? അപ്പൊ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം? പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള 4 നമ്മൾ പേര് പറഞ്ഞ 4 പേരുടെയും സ്ട്രക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4 ഏതെങ്കിലും ആയിരിക്കും നമുക്ക് റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിക്കുക. ഇതിൽ 4 ഏതിൻ്റെങ്കിലും ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സിന്റെ എണ്ണം ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഈ 4 പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ ടെർമിനൽ ആൻഡ് ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സിന്റെ എണ്ണം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ടെർമിനൽ കാർബണൈൽസ് ആൻഡ് ബ്രിഡ്ജിങ് കാർബണൈൽസ് അറിയണം എന്നുണ്ടെങ്കിൽ എന്തറിയണം? അവരുടെ സ്ട്രക്ചർ അറിയണം അല്ലേ? അപ്പം നോക്കാം, ആദ്യത്തേത് CO2 CO8 ടൈംസ്. ഇതിന് ബ്രിഡ്ജഡ് സ്ട്രക്ചർ ഉണ്ട്, നോൺ ബ്രിഡ്ജിങ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ നോൺ ബ്രിഡ്ജിങ് നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും ബ്രിഡ്ജഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള CO2 CO8 ടൈംസിന്റെ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ടെർമിനൽ കാർബണൈൽസ് എത്രയുണ്ട്, ബ്രിഡ്ജിങ് കാർബണൈൽസ് എത്രയുണ്ടെന്ന് നോക്കിക്കേ. 1, 2. ഇത് രണ്ടുമാണ് ബ്രിഡ്ജിങ് കാർബണൈൽ. ബ്രിഡ്ജിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 മെറ്റൽ സെന്റേഴ്സിനെയും കൂടെ പരസ്പരം കണക്ട് ചെയ്തേക്കുന്നവരാണ്. അതിനെയാണ് ബ്രിഡ്ജിങ് കാർബണൈൽസ് എന്ന് പറയാം. ടെർമിനൽ കാർബണൈൽസ് എന്നോ ഒറ്റ മെറ്റൽ സെന്ററുമായിട്ട് മാത്രമേ അവർക്ക് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെർമിനൽ കാർബണൈൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 COയുമായിട്ടും ഡയറക്ട്ലി ബോണ്ടിങ്ങിലുള്ളത് 2 കാർബണൈൽ ഗ്രൂപ്പാണ്. അവരെ 2 പേര് 2 ബ്രിഡ്ജിങ് എന്ന് പറയാം. അപ്പൊ ഇവരുടെ കേസിൽ 2 ബ്രിഡ്ജിങ് ലിഗാൻഡുകളുണ്ട്, ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പുകളുണ്ട്. ആൻഡ് ബാക്കി 1, 2, 3, 4, 5, 6 6 എന്താണ്? ടെർമിനൽ ലിഗാൻസ് ആണ്. ഓക്കെ, 6 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പം CO2 CO8 ടൈംസിന്റെ കേസ് എടുത്താൽ അവിടെ 2 ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പും 6 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സും ആയിരിക്കും ഉള്ളത്. അടുത്തത് Mn2 CO10 ടൈംസ്. അടുത്ത സ്ട്രക്ചർ വരുന്നത് Mn2 CO10 ടൈംസ്. ഇവരുടെ സ്ട്രക്ചർ നോക്കിക്കേ. Mn2 CO10 ടൈംസിന്റെ പ്രത്യേകത നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 എന്ത് തന്നെയാണ്?
ടെർമിനൽ ലിഗാൻസ് ആണ്, ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. ആൻഡ് ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സിന്റെ എണ്ണം എത്രയാണ്? 0 ആണ്, ഒന്നുമില്ല. ഓക്കെ, Mn2CO 10 ടൈംസിന്റെ കേസിൽ. അടുത്ത Fe2CO 9 ടൈംസിന്റെ കേസിൽ നോക്കിക്കേ, ഈ 2 അയൺ സെന്റേഴ്സിനെയും കൂടെ കണക്ട് ചെയ്യുന്ന 1, 2, 3 മൂന്നെണ്ണം ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ബാക്കിയോ 1, 2, 3, 4, 5, 6 6എണ്ണം ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സുമാണ്. ഓക്കെ, അപ്പോൾ Fe2CO9ന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ 3 ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട്, 6 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അടുത്ത Fe3CO12 ടൈംസിന്റെ സ്ട്രക്ചർ നോക്കിക്കേ നിങ്ങൾ. 1, 2 രണ്ടെണ്ണേ ഉള്ളൂ ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ളത്. ബാക്കി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 10 എണ്ണവും ടെർമിനൽ ലിഗാൻസ് അല്ലെങ്കിൽ ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? CO2CO8 ടൈംസിന്റെ സ്ട്രക്ചർ എടുത്താൽ 2 ബ്രിഡ്ജിങ് ലിഗാൻസ് ഉണ്ട്, 6 ടെർമിനൽ ലിഗാൻസ് ഉണ്ട്. Mn2CO10 ടൈംസിന്റെ സ്ട്രക്ചർ എടുത്താൽ 10 ടെർമിനൽ ലിഗാൻസ് ഉണ്ട്, 0 ബ്രിഡ്ജിങ് ലിഗാൻസ് ആണുള്ളത്. Fe2CO9 ടൈംസിന്റെ കേസ് എടുത്താൽ 3 ബ്രിഡ്ജിങ് ലിഗാൻസും 6 ടെർമിനൽ ലിഗാൻസും ആണുള്ളത്. ആൻഡ് Fe3CO12 ടൈംസ് എടുത്താൽ 2 ബ്രിഡ്ജിങ് ലിഗാൻഡും 10 ടെർമിനൽ ലിഗാൻസും ആണുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടും നമ്മുടെ മെറ്റൽ കാർബണൈൽസിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ദാണ്ടെ ഈ 4 ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. 4 പേരുടെയും സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കാം, എത്ര ടെർമിനൽ ആൻഡ് എത്ര ബ്രിഡ്ജിങ് കാർബണൈൽ ലിഗാൻസ് ഉണ്ട് എന്നുള്ളത് നോക്കി വെച്ചേക്കാം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.